പലതും അറിഞ്ഞിട്ടും അച്ഛമ്മ മിണ്ടാതിരിക്കുകയാണെന്ന് ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛമ്മ ഇനി മിണ്ടാതിരിക്കരുത്, തുറന്നു പറയണം. അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്കറിയോ? ഇവിടെ അച്ഛന്റെ ശത്രുവായിട്ട് ആരാ ഉള്ളത്? അറിയില്ല മോനെ. ഇനി അറിയാമെങ്കിലും എനിക്കത് പറയാൻ അനുവാദമില്ല. ഒരു കുടുംബകലഹം ഒഴിവാക്കാൻ വേണ്ടി അച്ഛമ്മ അത് മറച്ചു പിടിച്ചതാണെന്ന് നീ കരുതിയാ മതി. ഗോപിയുടെ നിശബ്ദത അപകടമാണെന്ന് ഞാൻ പലപ്പോഴും അവനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാ. അപ്പോ അവൻ എന്നെ നിശബ്ദയാക്കുകയായിരുന്നു. അവന് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല മോനെ. അച്ഛമ്മേ, ഇനിയെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആ പരബ്രഹ്മത്തിന്റെ മുന്നിൽ ഗോപിക്ക് വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാ അവന്റെ ജീവൻ ആപത്തൊന്നും വരാതിരുന്നത്. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും അവരെ നീ കണ്ടുപിടിക്കണം മോനെ. ശിക്ഷ നീ തന്നെ വിധിക്കണം. കണ്ടുപിടിച്ചിരിക്കും. പക്ഷെ അതിന് എല്ലാവരുടെയും സഹായം എനിക്കുണ്ടാവണം. ഗാർഗി, ഇനി നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്. സത്യം സത്യമായിട്ട് പറയണം. ഞാൻ വിശാൽ ബ്രോയോട് നുണ പറഞ്ഞിട്ടില്ല, പറയൂല്ല. ചോദിക്ക്. അച്ഛന് നേരെ ഉണ്ടായ വധശ്രമത്തിനെ കുറിച്ച് നീ പറഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ, അതോ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ബ്രോ, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു പ്രോഗ്രാമിന്റെ ചില ഗ്രാഫിക്സ് വർക്കുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു. തിരിച്ചു വന്നപ്പോ ചെറിയമ്മ എന്നോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും. പക്ഷേ കൃത്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ ബ്രോ. ആ, ചെറിയമ്മയുടെ നീ വിളിക്ക. അവളെ ഞാൻ കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അയച്ചിരിക്കുക. ഗോപിയുടെ പേരിൽ ഒരു നിറച്ചാർത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. അതിന് രാധയേച്ചി പറഞ്ഞു വിട്ടതെന്തിനാ? എന്നോട് പറഞ്ഞ ഞാൻ പോവായിരുന്നല്ലോ. ഇവിടുത്തെ പൂജാമുറിയിൽ കത്തിച്ചൊഴിയുന്ന ആരതി തൊട്ടുവണങ്ങാൻ മടിക്കുന്നവളാ നീ. അവൾ ആ ക്ഷേത്രത്തിൽ നിറച്ചാർത്ത് നടത്താൻ പോകുന്നത്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ പരസ്പരം പഴിചാരുന്ന കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സത്യം അറിയണം. ബ്രോ, ഒരു കാര്യം സത്യം. അച്ഛന്റെ മുറിയിലേക്ക് എന്നെയോ പാർവതിയോ കയറാൻ അമ്മയോ ആന്റിയും സമ്മതിക്കില്ല. ആ പ്രതാപൻ അങ്കിൾ അതിന് സപ്പോർട്ടുവാ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മുറിയിലോട്ട് കയറാറില്ല. വിലക്കുണ്ടെങ്കിലും പാർവതി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അവളിൽ നിന്നാ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ആരാ ഈ ഗൂഢാലോചന നടത്തുന്നത്? എന്താ അവർക്ക് വേണ്ടത്? അത് ഞാൻ പറയില്ല ബ്രോ. ഊഹം മാത്രമാ. വ്യക്തമായൊരു തെളിവില്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലല്ലോ. സത്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ആളാ അവിടെ തളർന്നു കിടക്കുന്നത്. എനിക്കറിയാം അച്ഛമ്മേ. പക്ഷേ ഗോപി അസുഖം ഭേദമായി എഴുന്നേറ്റ് വരട്ടെ മോനെ. അതുവരെ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. Wish, you should have done what you could have done.
വിശാൽ സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അച്ഛനറിയാം. അച്ഛമ്മ പറഞ്ഞതാ ശരി. അച്ഛന് ഭേദമാകാൻ എന്താണോ വേണ്ടത് അത് ചെയ്യണം സാർ. അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ അതെങ്ങനെ? ആ ചോദ്യം ആദ്യം മനസ്സിൽ നിന്ന് കളയണം സാർ. വിശാൽ സാറിനും തെറ്റുപറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ശരിക്കൊന്ന് ആലോചിച്ച സാറിന് തന്നെ അത് മനസ്സിലാവും. ഹലോ. ഹലോ സർ. വിപിനോടെത്തി? സർ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സർ. പക്ഷേ ചിലരെന്റെ പുറകെ കൂടിയിട്ടുണ്ട് സർ. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല സർ. സർ പക്ഷെ അവർ എന്നെ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്. വിപിൻ പേടിക്കണ്ട. എന്തു വന്നാലും വണ്ടി നിർത്തരുത്. ഓക്കെ സർ. ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്തോളാം കേട്ടോ. ഞാൻ ഫോളോ ചെയ്തോളാം. ഡോണ്ട് വറി. ഓക്കെ? ഓക്കെ ശരി. ഈ ലൊക്കേഷൻ GPS-ലുണ്ട്. ഇത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ സർ. ഒന്ന് ഫാസ്റ്റായി പോകണം. അമ്മ ഇതെവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു. മഷയിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ 18ാമത്തെ അടവ് തന്നെ പുറത്തെടുത്തു. ഒരു കയറുമായിട്ട് മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് ആ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിൽ കെട്ടി തൊങ്ങി ചാവൂന്നങ്ങ് പറഞ്ഞു. അത് കേട്ടാ മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാലോ. മുത്തശ്ശൻ തന്നെ അമ്മയോട് ഫോൺ എടുത്ത് കൊടുക്കുന്ന് പറഞ്ഞു. ഇത് തരുമ്പോ അമ്മയുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. എന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. നല്ല ഫോണല്ലേടി? നോക്കട്ടെ. അടിപൊളിയാ. ഇത്രയും നല്ല ഫോൺ വാങ്ങി എനിക്ക് കൊടുത്തയക്കണമെങ്കിൽ വിപിൻ സാറിന്റെ മനസ്സിൽ എന്നോട് എന്തോ ഒരു ഇതുണ്ടാവില്ലേ? അത് ചോദിക്കാനുണ്ടോ? അയാൾക്ക് നിന്നോട് അതുണ്ട്. ഈ ഫോണിൽ നിന്ന് വിപിൻ സാറിനെ തന്നെ എനിക്ക് ആദ്യം ഒന്ന് വിളിക്കണം. ഫോൺ വിളിക്കുന്നതിനെ സിം കാർഡ് വേണം. അതിനു മുൻപ് ഇത് ചാർജ് ചെയ്യണം. ഈ സിം കാർഡ് എവിടുന്നാ കിട്ടുക? നിന്റെ ആധാർ കാർഡും എടുത്ത് മൊബൈൽ കടയിൽ പോയാ മതി. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. നീ വരില്ല എന്റെ കൂടെ? കരിമ്പിൻ ജ്യൂസ് വാങ്ങിത്തരണം. അതൊക്കെ ഞാൻ ഏറ്റു.
ഞാൻ ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പൊ വരാം. അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ആധാർ കാർഡ് എന്തിനാടിയെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിനുള്ള മറുപടി നീ പറഞ്ഞാ മതി. വാ. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. വീട്ടിൽ കിടത്തി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ചെറിയ അസുഖമല്ല അച്ഛൻ്റെതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ശ്രദ്ധയും കെയറും ഇവിടെ കൊടുത്തോളാന്ന് അവരൊക്കെ പറഞ്ഞപ്പോ എനിക്കും സമ്മതിക്കേണ്ടി വന്നു. അതാ എനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. എന്റെ അച്ഛനാണ്. എന്റെ അച്ഛന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്റെ കടമയാണെന്നും പറഞ്ഞ് എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഞാൻ അങ്ങനൊരു ഉറച്ച തീരുമാനം എടുത്തില്ല. അതാ എനിക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റ്. ഞാൻ അച്ഛനെ അവഗണിച്ചതായിരുന്നില്ല. അച്ഛന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോ അത് തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ അവരെയൊക്കെ വിശ്വസിച്ചു പോയി. ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. അല്ലെങ്കിൽ എന്റെ ബുദ്ധി കുറവ്. ഇനി അത് സംഭവിക്കില്ല അച്ഛാ. ഞാൻ അച്ഛനെ എന്റെ പഴയ അച്ഛനാക്കി മാറ്റിയിരിക്കും. ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന, എല്ലായിടത്തും കണ്ണുകളെത്തുന്ന, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന അച്ഛനായിട്ട് മാറ്റിയെടുക്കും ഞാൻ. എന്റെ അച്ഛന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ലോകത്തിന്റെ ഏതറ്റം വരെ ഞാൻ കൊണ്ടുപോകും. ആരും തടയാൻ പറ്റില്ല. അച്ഛാ, കരയരുത്. ഈ കരയുന്ന അച്ഛനെ എനിക്ക് കാണണ്ട. എത്ര വലിയ വിഷമം വന്നാലും തളരാതെ നിൽക്കുന്ന അച്ഛനെയാ എനിക്കിഷ്ടം. അച്ഛനോട് എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അച്ഛന് മറുപടി പറയാമോ? ആംഗ്യം മതി. ഇനിയിപ്പോ തലയാട്ടിയാലും മതി അച്ഛ. അച്ഛന്റെ മനസ്സിൽ എന്തോ വലിയ ഷോക്ക് ഉണ്ടായിട്ടുണ്ടെന്നാ ആ ഡോക്ടർ പറഞ്ഞത്. ഈ മുറിയിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പാടില്ലാത്തോണ്ട് താഴെ വെച്ച ആ ഡോക്ടർ കാര്യം പറഞ്ഞത്. എന്താ അച്ഛൻ ഉണ്ടായത്? ആ സംഭവം അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. പറയച്ച, അച്ഛനെ ഭയപ്പെടുത്തുന്ന എന്ത് സംഭവം ഉണ്ടായത്? ഒരു ഹോം നഴ്സ് വന്ന് അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പാർവതി പറഞ്ഞു. എന്റെ അറിവോടെ അല്ല അച്ഛ അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നത്. അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ആ സംഭവം ഉണ്ടായത്. ആരാ അച്ഛ അത്രയധികം വേദനിപ്പിച്ചത്? അതാരായിരുന്നു? വിശാൽ സർ, അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇനിയും ചോദിച്ചാ അച്ഛൻ അത് വലിയ വിഷമാവും. അതുകൊണ്ട് ഇനി ചോദിക്കേണ്ട വിശാൽ സർ. അച്ഛനെ ഉത്തരം പറയാൻ കഴിയില്ല എന്നറിയാം. എന്നാലും എന്റെ മനസ്സിലുള്ള രണ്ടാമത്തെ ചോദ്യം ഞാൻ അച്ഛനോട് ചോദിക്കാം.
അച്ഛൻ ഈ അവസ്ഥയിലായ ദിവസം എന്നോടെന്തോ പറയാനുണ്ടെന്ന് ചെറിയമ്മയോട് പറഞ്ഞില്ലേ? ആ രഹസ്യം എന്താണെച്ചാ എനിക്കെല്ലാം അറിയാച്ച. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ആ രഹസ്യം ഞാൻ അറിയുന്ന ദിവസം, ആ നിമിഷം അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ആരായാലും ഈ വീടിന് പുറത്താവും. എന്നേക്കുമായിട്ട്. ഇത് ഈ മകൻ അച്ഛന് തരുന്ന വാക്ക. വിശാൽ സർ, മതി. അച്ഛൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു നാൾ നമ്മളെ തേടി വരും. അന്ന് നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും. സാർ വാ. അച്ഛൻ കിടന്നു. നിന്നോടാ പറഞ്ഞു തുറക്കാൻ. എന്നെ കൊല്ലാൻ തന്നെ സാർ അവര് വന്നത്. സാറിനെ ഞാൻ മീറ്റ് ചെയ്യരുത്. അതിനുവേണ്ടി ആരോ ഇവരെ ഏർപ്പാടാക്കിയതാണ് സാർ. ഗുണ്ടകളെ ഏർപ്പാടാക്കിയവരെയൊക്കെ എനിക്കറിയാം. എവിടെ മെറ്റീരിയൽ എവിടെ? ദാ സാർ. ഇത് ജാസ്മിന്റെ ആണെന്ന് ഉറപ്പല്ലേ? ആ അതെ സാർ. ഇത് മതി വീൻ. ഇനി കാര്യങ്ങൾ സ്പീഡപ്പ് ആയിക്കോളൂ. ഇനിവേ താങ്ക് യു. ഓക്കെ സാർ. നിങ്ങൾ വാ. ഏട്ടാ, എന്തായി? നമ്മൾ തോറ്റു ജാസ്മിൻ. ഏട്ടാ, ആ മേക്കപ്പ് മെറ്റീരിയൽ അരവിന്ദിന് എത്തിച്ചു കൊടുക്കാൻ വിപിനെയാണ് പാർവതി ഏൽപ്പിച്ചത്. ഗുണ്ടകളെ വിട്ട് വിപിനെ കൊല്ലിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തിയതാ. പക്ഷേ അരവിന്ദൻ വന്ന് അവനെ രക്ഷിച്ചു. എന്നിട്ടോ? ആ മേക്കപ്പ് മെറ്റീരിയലുമായിട്ട് അയാൾ പോയിട്ടുണ്ട്. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുന്നു. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അരവിന്ദൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് മാറണം മോളെ. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം.